ഈ ട്രഞ്ച് ഗ്രൗണ്ടിൻ്റെ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ട്രഞ്ച് ഗ്രൗണ്ട് ഒരു ഹരിത പാർക്കാക്കി മാറ്റാനുള്ള ശ്രമമാണ് മുനിസിപ്പാലിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി മാലിന്യ കേന്ദ്രമായി കിടക്കുന്ന വടകര പുതിയാപ്പ ട്രഞ്ചിങ് ഗ്രൗണ്ടിനെ മാലിന്യമുക്തമാക്കി ഭൂമി വീണ്ടെടുക്കാനുള്ള ബയോ മൈനിംഗ് ജോലികൾ അന്തിമഘട്ടത്തിൽ. ഇതുവരെ 93% ജോലികൾ പൂർത്തിയായി. ബയോ മൈനിംഗ് അവസാനിച്ചാലുടൻ തന്നെ ഭൂമി നിരപ്പാക്കുന്നതിനുള്ള ലാൻഡ് ഫില്ലിംഗ് ജോലികൾ ആരംഭിക്കും. ആകെ 22,903 മീറ്റർ ക്യൂബ് മാലിന്യമാണ് പുതിയാപ്പ ട്രഞ്ചിങ് ഗ്രൗണ്ടിലുള്ളത്. ഇതുവരെ 21,208 മീറ്റർ ക്യൂബ് മാലിന്യം സംസ്കരിച്ചു. 1,600 മീറ്റർ ക്യൂബ് മാലിന്യം കൂടിയേ ഇനി സംസ്കരിക്കാനുള്ളൂ. 5,532 മെട്രിക് ടൺ RDF, ജ്വലന സാധ്യതയുള്ള പ്ലാസ്റ്റിക്, തുണി തുടങ്ങിയവ സിമന്റ് ഫാക്ടറികളിലേക്ക് അയച്ചു. 165 ലോഡ് RDF കൂടി കയറ്റി അയക്കും. ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്ക് 5.60 കോടി രൂപയാണ് ചിലവ്. 1961 മുതൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചിരുന്നത്. കാലക്രമേണ 6 മീറ്ററിലേറെ ഉയരത്തിൽ മാലിന്യം കുന്നുകൂടി. ഇത് കാരണം ജനങ്ങൾക്കുണ്ടായ ദുരിതം വിവരണാതീതമായിരുന്നു. വീടുകളിൽ ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാത്ത സ്ഥിതി വരെ എത്തി കാര്യങ്ങൾ. ഇതേ തുടർന്നാണ് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി KSWMPയുടെ നേതൃത്വത്തിൽ ബയോ മൈനിംഗ് നടത്തി ഭൂമി വീണ്ടെടുക്കാൻ തീരുമാനിച്ചത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആസ്ഥാനമായ SMS കമ്പനിയാണ് ബയോ മൈനിംഗ് ജോലികൾക്ക് കരാറെടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്, ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ട്രഞ്ചിങ് ഗ്രൗണ്ടിലുള്ളത്. ബയോ മൈനിങ്ങിലൂടെ വീണ്ടെടുക്കുന്ന 1.52 ഏക്കർ ഭൂമിയിൽ ഗ്രീൻ പാർക്ക് സ്ഥാപിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. 1960 മുതൽ വടകരയുടെ മാലിന്യങ്ങൾ നിക്ഷേപിച്ച സ്ഥലമാണ് പുതിയാപ്പ ട്രഞ്ച് ഗ്രൗണ്ട്. മഴക്കാലത്ത് ഈ മാലിന്യത്തിൽ നിന്നും തിരിഞ്ഞിറങ്ങി ഈ പരിസരവാസികളുടെ കിണറിലൊക്കെ മാലിന്യങ്ങൾ ഒലിച്ചിറങ്ങി വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി കഴിയാത്ത അവസ്ഥയും ഈ പരിസര പ്രദേശത്തുള്ള പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു പോകാത്ത അവസ്ഥ, ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ വേണ്ടി കഴിയാത്ത അവസ്ഥ, അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടന്ന ഒട്ടേറെ പ്രക്ഷോഭ സമരങ്ങൾ ഈ പരിസരത്തുള്ള നാട്ടുകാരും പുരോഗമന പ്രസ്ഥാനങ്ങളും ഒക്കെ നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ട്രഞ്ച് ഗ്രൗണ്ട് പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഈ ട്രഞ്ച് ഗ്രൗണ്ടിൽ ഏകദേശം 22,000 ക്യൂബിക് മെട്രിക് ടൺ മാലിന്യം ഉണ്ടായിരുന്നു. അത് ഏകദേശം 22,000 മീറ്റർ ക്യൂബിക് മീറ്റർ അയച്ചു കഴിഞ്ഞ് ഇനി ഒരു 1,600 മീറ്ററോളം ക്യൂബിക് ടണ്ണാണുള്ളത്. അത് ഇപ്പം അടുത്ത കാലത്ത് തന്നെ അയക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ട്രഞ്ച് ഗ്രൗണ്ടിൻ്റെ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ട്രഞ്ച് ഗ്രൗണ്ട് ഒരു ഹരിത പാർക്കാക്കി മാറ്റാനുള്ള ശ്രമമാണ് മുനിസിപ്പാലിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നാഗ്പൂരിലെ SMS കമ്പനിയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഉടമ്പടിയിൽ ബയോ മൈനിങ്ങിലൂടെയാണ് ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ ഭൂമി വീണ്ടെടുക്കുന്നത്. 3 മാസത്തിനകം പുതിയാപ്പിലെ മാലിന്യം നീക്കി ഭൂമി വീണ്ടെടുക്കും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.